ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ സ്വിഗ്ഗി വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വിഗ്ഗിയുടെ എക്സ്പെൻസ് എത്രയായി, അതുപോലെ തന്നെ നമ്മുടെ വരുമാനം എത്രയായി എന്ന് ചോദിക്കുന്നതിൻ്റെ കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബൈക്ക് മെയിൻ്റനൻസിൻ്റെ കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബൈക്കിൻ്റെ മെയിൻ്റനൻസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രേക്ക് ടൈറ്റനിങ് ആയിക്കോട്ടെ, അതല്ല ചെയിൻ സ്പോക്കറ്റ് ചേഞ്ചിങ് ആയിക്കോട്ടെ, ഓയിൽ ചേഞ്ചിങ് ആയിക്കോട്ടെ, ഡിസ്ക് പാഡ് ചേഞ്ചിങ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക ഷോക്ക് ആബ്സർ, അതുപോലെ തന്നെ ടയറിൻ്റെ ആ വക കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാത്തതുള്ളൂ. ബാക്കിയുള്ള ഒരുവിധം ഈ പറഞ്ഞ ഞാൻ മേൽ പറഞ്ഞ പണികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പം ഇന്ന് എൻ്റെ ബൈക്കിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിനെ പറ്റിയുള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ 1,00,000 കിലോമീറ്റർ ആവുന്ന സമയത്ത് അതിൻ്റെ മൈലേജ് എങ്ങനെയാണ്, റൈഡിങ് കംഫർട്ട് എങ്ങനെയായിരുന്നു. അതായത് എൻ്റെ ബൈക്ക് എന്ന് പറയുന്നത് പ്ലാറ്റിനയുടെ 110 എച്ച് ഗിയർ എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്ക് മോഡലാണ്. എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ കയ്യിലെത്തിയിട്ട് ഒരു 3.5 വർഷത്തോളമായി. ഇപ്പോഴും ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടുണ്ട്. പിന്നെ മൈലേജ് എത്രയാണെന്നുള്ളതൊക്കെ ഞാൻ അങ്ങനെ 1,00,000 കിലോമീറ്റർ ആവുന്ന സമയത്ത് ഒരു റിവ്യൂ വീഡിയോ ഇടും. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബൈക്കിൻ്റെ മെയിൻ്റനൻസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒന്നിലധികം പണികൾ നമുക്കിവിടെ എടുക്കാനുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എൻജിൻ ഓയിൽ മാറ്റണം, അതുപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് മാറ്റണം, അതുപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുമ്പോൾ കൂടെ മാറ്റേണ്ട ഒരു സാധനമാണ് ഓയിൽ ഫിൽറ്റർ എന്ന് പറയുന്നത്. കൂടെ ഇതേപോലെ തന്നെ നമ്മുടെ എയർ ഫിൽറ്ററും മാറ്റേണ്ടതുണ്ട്. അപ്പം ഇത്രയും പണികൾ നമുക്കിന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ബജാജിൻ്റെ തന്നെ ഒറിജിനൽ പ്രോഡക്റ്റ്സ് ആണ്. മീൻസ് അവിടെ സർവീസ് സെൻറ്ററിൽ പോയിട്ടാണ് ഞാൻ അവിടുന്ന് മേടിക്കുന്നത്. അല്ലാതെ വേറൊരു കമ്പനിയുടെ ഞാൻ യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഇതിൻ്റെ ഒറിജിനൽ കമ്പനി യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം ലാസ്റ്റിംഗ് കിട്ടാറുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ ചെയിൻ സ്പോക്കറ്റ് ആണെങ്കിൽ എനിക്കൊരു 20,000 മുതൽ 28,000 കിലോമീറ്റർ വരെ എനിക്കത് ലാസ്റ്റ് ചെയ്യാറുണ്ട്. അത് എൻ്റെ മെയിൻ്റനൻസ് കൊണ്ടാണ്. കറക്റ്റ് സമയത്ത് നമ്മൾ ഓയിലൊക്കെ കൊടുത്ത് അതേപോലെ തന്നെ ടൈറ്റനിങ് ഒക്കെ കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ, ഓവർ ലൂസായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോക്കറ്റ് ബാഗ് പെട്ടെന്ന് തന്നെ തേഞ്ഞ് തീരും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ലൂസ് ആവുന്ന സമയത്ത് അതിൻ്റെ ടൈറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടധികം ലാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്കിനി ബൈക്കിൻ്റെ വർക്കിലേക്ക് പോകാം. ഇനി നമുക്ക് ബൈക്കിൻ്റെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ്. ഈ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് കൂടെ തന്നെ നമുക്ക് ഓയിൽ ഫിൽറ്ററും കൂടെ ചേഞ്ച് ചെയ്യണം. പലരും എൻജിൻ ഓയിൽ മാത്രം ചേഞ്ച് ചെയ്തിട്ടാണ് പോവാറ്. പക്ഷേ അങ്ങനെയല്ല, എൻജിൻ ഓയിലിൻ്റെ കൂടെ നമുക്ക് ഓയിൽ ഫിൽറ്ററും കൂടെ ചേഞ്ച് ചെയ്താലേ എൻജിൻ കൂടുതൽ എന്താ പറയുക കാര്യക്ഷമത, എഫിഷ്യൻസി വരുള്ളൂ. സോ നമുക്കിനി എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യാം. എൻജിൻ ഓയിൽ മാറ്റാനായിട്ട് ഒബ്വിയസ്ലി നമുക്ക് വേണ്ടത് അതിൻ്റെ ബോൾട്ടിന് സ്യൂട്ട് ആവുന്ന നമുക്ക് ഇതുപോലത്തെ സ്പാൻഡറാണ്. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക റിംഗ് സ്പാൻഡറാണ്. ഇത് 18-19 ആണ്. 18 നമ്മുടെ ഈ പ്ലാറ്റിനയുടെ എൻജിൻ ഓയിലിൻ്റെ ബോൾട്ട് ഊരുന്നത്. സോ അതാദ്യം നമുക്ക് ഊരിയെടുക്കാം. 18 ഇതേപോലത്തെ റിംഗ് സ്പാൻഡർ വെച്ചിട്ട് നൈസായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ ഈ പറഞ്ഞ ബോൾട്ടിങ് വരും. അപ്പോൾ ഇതിനകത്തൊന്ന് ഊരിയെടുക്കാം. ഇതിൻ്റെ അകത്ത് ഈ എൻജിൻ ഓയിൽ ഈ ബോൾട്ട് മാത്രം ഊരിയെടുത്താൽ പോരാ, ഇതിനുള്ളിൽ ഒരു ഫിൽറ്ററും കൂടെ വരുന്നുണ്ട്. ആക്ച്വലി അത് ഓയിൽ ഫിൽറ്റർ അല്ല, അതൊരു എന്താ പറയുക ഈ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന രീതിയിലുള്ള ഒരു ഫിൽറ്ററാണ്. അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയൊരു പ്ലെയർ പോലത്തെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു മൂരിയാൽ ഇതാണ് ആ സാധനം. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഈ പറഞ്ഞ പോലെ കാർബൺ ഡസ്റ്റുകൾ ഒരുപാട് അടിഞ്ഞിരിക്കും. ഇതിനകത്ത് ഭയങ്കരമായിട്ട് കാർബൺ ഡസ്റ്റുകൾ ഉണ്ടാവും ഇതിനകത്ത്. ഈ സാധനം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ട ഒരു സാധനമാണ്. തൽക്കാലം ഇത് അവിടെ നിൽക്കട്ടെ. ഇനി ആ സൈഡിൽ, എൻജിൻ്റെ ആ സൈഡിൽ പോയിട്ട് നമുക്ക് ഓയിൽ ഫിൽറ്റർ എടുക്കാം. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ക്യാബിനിലോട്ട് വരാം. ഇപ്പോൾ ഞാൻ ഓയിൽ ഫിൽറ്റർ അതിൻ്റെ ക്യാബിൻ അയക്കാൻ വേണ്ടി എടുക്കുന്നത് 8 ടീ സ്പാൻഡറാണ്. സോ ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാബിൻ എന്ന് പറയുന്നത്. ഇത് ഊരുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇവിടെ ഇങ്ങനെയായിട്ട് അടിയിൽ കൂടെ ഓയിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച ഓയിൽ ക്യാൻ എടുത്തിട്ട് ഇവിടെയും അടിയിലായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലത്ത് അഴുക്കാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ എൻജിൻ ഓയിൽ വെച്ചിരിക്കുകയാണ് ഡ്രെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചെയിൻ സ്പോക്കറ്റും മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് 10 ഒരു ടീ സ്പാനർ എടുത്തിരിക്കുകയാണ്. 14 ഒരു ടീ സ്പാനർ ഉണ്ട്. പിന്നെ ഒരു മങ്കി സ്പാനർ, അഡ്ജസ്റ്റബിൾ സ്പാനർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമുണ്ട്. അതുപോലെ തന്നെ ഒരു ചുറ്റിക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീലിനെ അയക്കാനായിട്ടുള്ള 16-17 ഒരു റിംഗ് സ്പാനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീൽ അഴിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വീലിനട്ട് അയക്കാം. അപ്പോൾ 17 റിംഗ് സ്പാനർ എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ വീലിൻ്റെ ഭാഗത്ത് പോയിട്ട് പിന്നെ ഇത് ഇതേപോലെ ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഊരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വീലിനട്ട് ഇപ്പം നമ്മൾ അയച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്തത് നമുക്ക് ബ്രേക്കിൻ്റെ ഇവിടെയായിട്ട് ഒരു നെറ്റ് വരുന്നുണ്ട്. അതിനി നമുക്ക് ഊരിയെടുക്കണം. അപ്പോൾ അത് നമുക്ക് വേണ്ടത് 14 ടീ സ്പാനറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നൈസായിട്ടും കൂടെ തിരിച്ച് കഴിഞ്ഞാൽ
നമുക്കതും ഊരിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതും നമ്മൾ ഊരിയെടുത്തിരിക്കുകയാണ്. ആൻഡ് ഇനി അടുത്തത് നമുക്ക് ഈ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ഊരണം. ഇത് സാധാരണ ഊരണം എന്ന് നിർബന്ധമില്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഇത് ഊരുന്നത്. ഇത് ഊരാതെയും നമുക്ക് ടയർ ഊരിയെടുക്കാൻ സിമ്പിളായിട്ട് പറ്റും. പക്ഷേ എനിക്ക് കംഫർട്ട് ഇത് കുറച്ചും കൂടെ ഊരിയിട്ട് എടുക്കുന്നതാണ്. അപ്പം ഇതും നമ്മൾ ഇതേപോലെ തന്നെ ഊരിയെടുക്കുക. ഇത് നൈസായിട്ടൊന്ന് ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ പോരും. ഇനി ഇതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വൃത്തിയാക്കാം. ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രീസോ ഓയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രേക്കിൻ്റെ ലിവറിന് കുറച്ച് ഒരു എന്താ പറയുക ഒരു സ്മൂത്ത്നെസ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയിൻ ടൈറ്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതൊന്നും തിരിക്കേണ്ടതില്ല, ഇപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതൊക്കെ നമുക്ക് ലൂസ് ചെയ്യേണ്ടി വരും. ഇനി ഇതേപോലെ തന്നെ ഒരു ചുറ്റിക വെച്ചിട്ട് ഇതിങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വീലിൻ്റെ ഉള്ളിലുള്ള കമ്പി പുറത്തേക്ക് നമുക്ക് അപ്പുറത്തെ സൈഡ് വരും. അപ്പോൾ നേരത്തെ നമ്മൾ ആ തട്ടി വെച്ച കമ്പിയാണിത് ഇതിൻ്റെ. അപ്പോൾ ഇത് നമുക്കിതുപോലെ വലിച്ച് ഊരിയെടുക്കാം. ഇനി നമുക്ക് ഈ ടയർ നൈസായിട്ട് ഇന്ന് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിനെ ചെയിൻ കവർ അഴിക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 10-ൻ്റെ ടീ സ്പാൻഡറാണ്. ആ 10-ൻ്റെ ടീ സ്പാൻഡർ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങ് വരും. ഇനി ഇത് ഊരിയെടുക്കാം. ഇപ്രാവശ്യത്തെ മഴയ്ക്കുള്ളതാണ് ഇത് മൊത്തം. എനിക്ക് കഴുകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ കഴുകിയാലും നമ്മൾ 100-250 കിലോമീറ്റർ സ്വിഗ്ഗി ഡെലിവറിയൊക്കെ പോകുന്ന സമയത്ത് മഴയൊക്കെ പെയ്ത് ഫുൾ ചളിയായിരിക്കും. അതായത് കഴുകിയിട്ട് ഈ പറഞ്ഞ പോലെ വെറുതെ കഴുകിയ പോലെ ആവും. അടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭാഗത്തുള്ള അതിൻ്റെ ചെയിൻ കവറും കൂടെ നമുക്ക് അയച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് എടുക്കുന്നത് 8-ൻ്റെ ടീ സ്പാൻഡറാണ്. അപ്പോൾ ഇതേപോലെ നൈസായിട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇതും ഇതേപോലെ തന്നെ അങ്ങ് പോരും. അത്യാവശ്യം നീളത്തിലുള്ള ബോൾട്ട് ആയതുകൊണ്ട് കുറച്ച് തിരിക്കണം. ഇതിനകത്ത് ഇത് ഊരി കഴിയുമ്പോൾ ഇതിനകത്ത് ഫുൾ ചളിയായിട്ടിരിക്കുന്നത് കാണാം. ഓ ഗോഡ്, സോ ബാഡ്. ഇതൊക്കെ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ ഇടുള്ളൂ, കാരണം പുതിയ സ്പോക്കറ്റാണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പല്ലില്ലാത്തത് കാണാൻ പറ്റും. പല്ല് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് ഇല്ല, തേഞ്ഞിട്ട് ഈ പല്ലുള്ളതെല്ലാം കൂടെ ഒരു റൗണ്ട് മാതിരി ആക്കി വെച്ചിരിക്കുന്നത്. അടുത്ത നമുക്ക് ചെയിൻ്റെ ലോക്ക് അഴിക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതിനെ പ്ലയറും അല്ല, എന്താ പറയുക, അങ്ങനത്തെ ഒരു സാധനമാണ്. കാരണം ഇതിൻ്റെ ഈ എഡ്ജ് ഭയങ്കര കുറച്ച് ഷാർപ്പായിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ചെയിൻ ലോക്ക് നമുക്ക് നൈസായിട്ട് അയച്ചെടുക്കാൻ പറ്റും. നമുക്ക് പ്ലെയർ ഉപയോഗിച്ചിട്ടും ഇത് അയച്ചെടുക്കാം, പക്ഷേ പ്ലെയറിനെക്കാട്ടും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. ഇതേപോലെ നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ആ ലോക്ക് താഴോട്ട് പോയി. അപ്പോൾ ആ ലോക്ക് അയച്ചതിന് ശേഷം നമ്മൾ ഈ ലോക്കിൻ്റെ ഇത് ഇങ്ങോട്ട് അയച്ചെടുക്കുക. അതല്ലെങ്കിൽ ഒരാളെ കാണിക്കുന്ന സമയത്ത് ഇത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് ഊരിയെടുക്കുന്നതാണ്. യെസ്, ഓക്കെ. ഇനി നമ്മൾ ഇതിങ്ങനെ അഴിച്ചെടുത്താൽ നമുക്ക് നമ്മുടെ ചെയിൻ കിട്ടും. ഇങ്ങനെ ഞാൻ മാറ്റിയ 4 ചെയിനുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ഈ വീഡിയോ പിടിക്കുന്നവൻ്റെ ബൈക്കിൻ്റെ ചെയിനും ഞാനാണ് മാറ്റിയത്. അപ്പം ഇനി നമുക്ക് ബാക്കിലുള്ള സ്പോക്കറ്റ് അഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ആണ് എടുക്കുന്നത്. ഇത് ആക്ച്വലി 22-23 എങ്ങാനാണ്. ആ സ്പാനർ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇത് ലൂസ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമുക്കിനി ചെയിൻ ചെയ്തെടുക്കാനുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട്ലെസ് പോക്കറ്റ് ഊരാം. നമുക്ക് ഫ്രണ്ട്ലെസ് പോക്കറ്റ് ഊരാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു അലങ്കി ടൂളാണ് വേണ്ടത്. ഈ അലങ്കി ടൂൾ എല്ലാ ബൈക്കിനും ഇങ്ങനെയല്ല. ചിലയിടത്ത് ഈ പറഞ്ഞ പോലെ 10-ൻ്റെ നെറ്റ് ഉണ്ടാവും, അല്ല ബോൾട്ട് ഉണ്ടാവും. എനിക്ക് നെട്ടും ബോൾട്ടും മാറിപ്പോവും. അത് എൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഈ അലങ്കി ആണ് നമുക്ക് പ്ലാറ്റിനയ്ക്ക് ഉണ്ടത്. അപ്പം ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ അഴിച്ചെടുക്കണം. ഇത് കുറച്ച് ടൈറ്റാണ്, കുറച്ച് റിസ്ക്കുമാണ്. ഇന്നലെ ഞാൻ ബാക്കിൽ സോക്കറ്റ് അഴിച്ചു മാറ്റിയപ്പോഴത്തേക്ക് നല്ല വൃത്തിക്ക് മഴ പെയ്തു. അതുകൊണ്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിറ്റേന്ന്, അതായത് ഇന്നാണ് നമ്മളിനി ബാക്കിയുള്ള പണികൾ എടുക്കാൻ പോകുന്നത്. ഇന്നലെ ഫുൾ ഇവിടെയൊക്കെ നനഞ്ഞ് ആകെക്കൂടെ അലങ്കോലമായി. അപ്പോൾ ഇന്നിനിപ്പോൾ നമ്മൾ ഫ്രണ്ട് സ്പോക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് സുഹൃത്തുക്കളെ.
ഇതിന് നമുക്ക് ഫ്രണ്ട് സ്പോക്കറ്റ് അയക്കാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അലങ്കിയാണ് വേണ്ടത്. ഈ അലങ്കി ബോൾട്ടാണ് ഇതിനകത്ത് നമുക്ക് ഉള്ളത്. അപ്പോൾ അത് ആദ്യം അഴിച്ച് മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ താഴത്തെ ഓൾറെഡി അലങ്കി നെട്ട് നമ്മൾ ഇന്നലെ തന്നെ നൈസായിട്ട് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഊരിയെടുത്തു. ഇനിയിപ്പോൾ ഇത് നൈസായിട്ട് ഇതേപോലെ തന്നെ തിരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ആ നെട്ട് ഊരിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് അലൈൻ ചെയ്തിട്ട് ഓക്കെ, ഇതും എടുത്തതിന് ശേഷം ഇതിങ്ങനെ പുറത്തേക്കൊന്ന് തള്ളിയാൽ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ കയ്യിലെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള പുതിയ സ്പോക്കറ്റ് ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ടൂൾ എടുത്തിട്ട് ഇവിടെയുള്ള പൊടികളും ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ചളികളും മൊത്തം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചെറിയൊരു ക്ലീനിങ് മാത്രമേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ സ്പോക്കറ്റ് നമ്മുടെ ചെറിയ അതിൻ്റെ പല്ല് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പുതിയെടുത്തു. ഇതാണ് നമ്മുടെ പുതിയ ചെറിയ പല്ല്. അപ്പോൾ ഇനി ഇത് റീപ്ലേസ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് അലങ്കി ബോൾട്ടാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളൊരു 8ൻ്റെ ബോൾട്ടാണ് ഇപ്പോൾ റീപ്ലേസ് ചെയ്യുന്നത്. കാരണം അലങ്കി ഓൾറെഡി അതിനകത്ത് നൈസായിട്ടൊരു പിരി ലൂസായി കിടക്കുമായിരുന്നു. അതായത് നമുക്ക് ആ അലങ്കി ടൂൾ ഉപയോഗിച്ച് തിരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഒരു 8ൻ്റെ ബോൾട്ടാക്കി. അതാകുമ്പോൾ അഴിക്കാൻ ഇനി അടുത്ത നെക്സ്റ്റ് ടൈം അഴിക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. സോ നമുക്കിത് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിനി നമ്മൾ കറക്റ്റ് അതിൻ്റെ ആ ഒരു കറക്റ്റ് അലൈൻമെൻറ്റ് സെറ്റാക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നൈസായിട്ട് അങ്ങ് പ്ലേസ് ചെയ്യാം. ഇത് നമ്മൾ ഇടുന്ന സമയത്ത് കറക്റ്റ് അലൈൻമെൻറ്റിൽ ഇടുന്ന സമയത്ത് ഈ ഹോളും ഈ ഹോളും ബോൾട്ട് ഇടുന്ന ഹോളും തമ്മിൽ കറക്റ്റായി മാച്ച് ആയിട്ടായിരിക്കില്ല ഉണ്ടാവുക. അത് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മാത്രമേ അതവിടെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ അലൈൻമെൻറ്റ് കറക്റ്റാക്കിയിട്ട് നമ്മൾ ഇവിടെ ഇടുന്ന സമയത്ത് ഈ ഹോൾ ഇവിടെയും ഇതിൻ്റെ ഹോൾ ഇവിടെയാണ്. അതായത് ഈ സ്പോക്കറ്റിൻ്റെ ഹോൾ വേറെയും പിന്നെ ഈ പ്ലേറ്റിൻ്റെ ഹോൾ വേറെയാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് ഒന്ന് തിരിച്ച് കഴിഞ്ഞിട്ട് നേരെ ആ ഹോൾ കറക്റ്റാക്കി വെച്ചാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. ഇനി നമ്മൾ 8ൻ്റെ ബോൾട്ടാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. നേരത്തെ അലങ്കിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ 8ൻ്റെ ബോൾട്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് കുറച്ചും കൂടെ സിമ്പിൾ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡിലും ഇതേപോലെ ഈ 10ൻ്റെ ബോൾട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ 2 സൈഡിലും ഇത് ടൈറ്റായി. ഇനി ഈ ഭാഗം കംപ്ലീറ്റ്ലി ക്ലിയർ ആയി. ഇനി നമുക്ക് ബാക്ക് ഭാഗം നോക്കാം. ഇനി നമുക്ക് ബാക്ക് സോക്കറ്റ് മാറ്റാനായിട്ട് നമുക്ക് ആദ്യം ബാക്ക് സോക്കറ്റ് എടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ടയറിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ സോക്കറ്റ് വെച്ചതിന് ശേഷം ഈ നെട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് ആദ്യം അയച്ചെടുക്കണം. അപ്പോൾ അതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവറുണ്ട്. ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ ലോക്ക് ഇങ്ങോട്ട് അഴിച്ച് വരും. ഇതാണ് ആ ലോക്ക് എന്ന് പറയുന്നത്. സോ ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ ലോക്ക് സിസ്റ്റം മൊത്തം അഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 14ൻ്റെ ടീ സ്പാനർ ഉപയോഗിച്ചിട്ട് സ്പോക്കറ്റ് അയച്ച് മാറ്റാം. സോ അത് ഇപ്പം നമ്മൾ 4 സൈഡിലുള്ള 4 നെട്ട് ഊരിയെടുത്തു. ഇനി ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്ലേറ്റ് ഇതേപോലെ ഊരിയെടുക്കണം. 2 പ്ലേറ്റ് മാറ്റി വെക്കാം. ഇനി സ്പോക്കറ്റ് ഇതാണ് നമുക്ക് മാറ്റാനുള്ളത്. സോ ഇത് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഇതും അപ്പോൾ ആദ്യം നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്പോക്കറ്റും ടയറും തമ്മിൽ കണക്റ്റാക്കുന്ന ആ ഒരു സാധനം. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ നെട്ടും ഈ സാധനങ്ങൾ മൊത്തം ഞാനിപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്തിരിക്കുകയാണ്. എന്നാൽ പോലും ഇതിനകത്ത് ചളിയുണ്ട്. പക്ഷെ എന്നാലും ആവറേജ് ഒരു 80% നമ്മൾ ക്ലീൻ ആക്കി. ഇനി ഇത് ഇതേപോലെ തന്നെ ഇതിന് 4 നെട്ടുകളുണ്ട്. അപ്പോൾ ഈ നെട്ടുകൾ ഇതിനകത്തേക്ക് ഇറക്കിയിടുക. ഈ 4 നെട്ടും ഇട്ടതിന് ശേഷം നമ്മൾ ഇനി പുതിയ സ്പോക്കറ്റ് ഇതിനകത്തേക്ക് ഇടുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ പുതിയ സ്പോക്കറ്റ് എടുക്കുക. എന്നിട്ട് ഈ 4 നെട്ടിൻ്റെ അകത്തേക്ക് നമ്മളിതേപോലെ പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് ലോക്ക് സെറ്റ് ചെയ്യണം. ഇതിന് മുകളിൽ വരുന്ന ലോക്കുണ്ട്. അപ്പോൾ ആ ലോക്ക് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ലോക്ക് ഇടുക. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ നെട്ട് പ്ലേസ് ചെയ്യേണ്ടത്.
ഇപ്പം നമ്മൾ 4 നെട്ടും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് 14 ടീ സ്പാനർ വെച്ചിട്ട് നമുക്കിത് നല്ല രീതിക്ക് ടൈറ്റ് ആക്കാം. ഈ 4ഉം ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ അഴിച്ചു നീക്കിയ ലോക്ക് ഉണ്ട്, അത് നേരത്തെ അതേപോലെ തന്നെ എങ്ങനെയാണോ ഇരുന്നത് അത് തിരിച്ച് കയറ്റണം. അപ്പോൾ ഈ ലോക്ക് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ലോക്ക് തിരിച്ച് കയറും. ഇനി നമ്മൾ ബാക്ക്ലെസ് പോക്കറ്റ് ഈ ബൈക്കിലേക്ക് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിൽ നമ്മൾ ആദ്യം ഊരിയെടുത്ത ഈ ഒരു സാധനവും അതിൻ്റെ ഈ ഒരു സാധനവും നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പോക്കറ്റ് നമ്മുടെ ബൈക്കിലേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം പോക്കറ്റ് ഇട്ടു, പിന്നെ നമ്മുടെ ചെയിൻ ടൈറ്റനിങ്ങിൻ്റെ ആ ഒരു സാധനം ഇട്ടു, പിന്നെ ഇതിൻ്റെ നമ്മുടെ നെറ്റ് ഇടണം. ഓക്കെ, നമുക്കിത് ഓവർ ഇപ്പോൾ ടൈറ്റ് ആക്കി വെക്കേണ്ട, കാരണം ചെയിൻ ഇട്ടതിന് ശേഷം നമുക്ക് ചെയിൻ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ലൂസാക്കാനോ ടൈറ്റ് ആക്കാനൊക്കെ ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് ചെയിൻ ഇടാം. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ചെയിനാണ്, ഈ ചെയിനാണ് നമുക്കിത് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയിൻ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയിൻ ലോക്ക് അയക്കണം. ഈ വെള്ള നിറത്തിൽ കാണുന്നതാണ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അത് അയക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതേപോലെ തന്നെ ഒരു കട്ടിംഗ് പ്ലെയർ എടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോക്കൊന്ന് നമുക്കിതേപോലെ അയച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ലോക്ക് അഴിച്ചിട്ടുണ്ട്, ഇത് നൈസായിട്ട് ഊരിയെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയിൻ ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യണം. വൈഡാക്കി ഇപ്പം നമ്മൾ ചെയിൻ ഇട്ടതിന് ശേഷം ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇത്രയും ഭാഗം ലെങ്ത് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് നമ്മൾ ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിൽ കുറച്ച് ലൂസാക്കിയിട്ട് ഈ സ്പോക്കറ്റ് കുറച്ചൊന്ന് അടുപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെയിൻ ടൈറ്റ് ചെയ്യുന്ന ആ ഒരു സാധനം, അപ്പോൾ അത് നമ്മൾ ആദ്യം ലൂസാക്കണം. എന്നിട്ട് കംപ്ലീറ്റ് ആക്കി ലൂസാക്കിയതിന് ശേഷമാണ് ഇവിടെ ഞാൻ ഈ ചെയിൻ ടൈറ്റനിങ്ങിൻ്റെ ഇത് ലൂസ് ചെയ്യാൻ എനിക്കിവിടെ 2 നെറ്റ് വരുന്നുണ്ട്. ഈ 2 നെറ്റ് ഒന്ന് 10ൻ്റെയും ഒന്ന് 13ൻ്റെയാണ്. അപ്പോൾ ഞാനിത് ഏകദേശം കംപ്ലീറ്റ് ഞാൻ ലൂസാക്കി എടുക്കാൻ പോവാണ്. പത്തിൻ്റെത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ ലൂസാക്കി. ഇനി 13ൻ്റെത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ തന്നെ നമ്മൾ ലൂസാക്കി എടുക്കണം. ഇപ്പം നമ്മൾ ഈ ഭാഗം ഇത്രയും ഇവിടെ ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോക്കറ്റ് നൈസായിട്ടൊന്ന് മുന്നോട്ടേക്ക് തള്ളി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ചെയിൻ വെക്കുന്ന സമയത്ത് കണ്ടോ ടച്ചായിട്ട് ഇവിടെ നിൽക്കും. അപ്പോൾ ഈ ടച്ചായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയിനിൻ്റെ ലോക്ക് ഇങ്ങനെ ഇടാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് നിന്ന് ഊരിയെടുത്ത ആ ലോക്ക് സെറ്റും കൂടെ ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് അതിനകത്തേക്ക് വീഴും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയിനും സ്പോക്കറ്റും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യണം. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ടയർ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇന്നലെ നമ്മൾ ഊരിയെടുത്തിരിക്കുന്ന ആ ബ്രേക്ക് ഡ്രം ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ടയർ ഇടാം. ഇടുന്ന സമയത്ത് സ്പോക്കറ്റിൻ്റെ ആ ഒരു കറക്റ്റ് സാധനം ഇതിനകത്ത് ഫിക്സ് ആവണം. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ ടയർ ഫിക്സ് ചെയ്യും. നമ്മളിപ്പോൾ സ്പോക്കറ്റിൻ്റെ അവിടെ നമ്മൾ ടയർ ഫിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ഉള്ളിൽ വരുന്ന ഈ ഒരു ബോൾട്ട് നമ്മൾ ഇതിനകത്ത് കൂടെ പ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ടയർ അവിടെ ഫിക്സ് ആയി നിന്നോളും. ഇപ്പം നമ്മൾ വലിയ ബോൾട്ട് നേരത്തെ ഇടുന്ന സമയത്ത് അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്യാം. ഞാൻ തൽക്കാലം ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡിലാണ് പണി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ നൈസായിട്ട് കുറച്ച് ഞാൻ ഓയിൽ ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഗ്രീസാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഗ്രീസ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ നൈസായിട്ട് ഇതിനകത്തേക്ക് ഓയിൽ പ്ലേസ് ചെയ്യാണ്. ഇതിനകത്ത് ഫുൾ ഓയിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇവിടെ എങ്ങനെയായിട്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ വലിയ ബോൾട്ടിലൊന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ സൈഡിലേക്ക് അങ്ങ് വരും. ഇപ്പം നമ്മൾ അപ്പുറത്തെ തന്നെ ഇട്ട് തട്ടി ഇപ്പുറം എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ
നമ്മുടെ ചെയിൻ ടൈറ്റനിങ്ങിൻ്റെ ആ ഒരു സാധനം നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വാഷറും വീൽ നെട്ടും ഇവിടെ പ്ലേസ് ചെയ്യണം, ഇടണം. നമ്മൾ വീൽ നെട്ട് ഇടുന്നതിന് മുന്നേ നമ്മൾ ഈ ബ്രേക്കിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ ഞാനിപ്പോൾ ഇത് അയച്ചിട്ട് ബ്രേക്ക് വീണ്ടും പ്ലേസ് ചെയ്തതാണ്. ബ്രേക്ക് ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഈ വീൽ നെട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ഇടാനായിട്ട്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സാധനം, ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ വാഷറും അതിൻ്റെ നെട്ടും ഇട്ട് ഇവിടെ ടൈറ്റ് ചെയ്യണം. ഇനി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ചെയിൻ ടൈറ്റനിങ് ആണ്. അപ്പോൾ അതിൻ്റെ 2 സൈഡും നമുക്ക് അതിന് പ്രത്യേകമായിട്ട് അളവ് കൊടുത്തിട്ടുണ്ട്. സോ ആ അളവ് നോക്കിയിട്ട് വേണം നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ വീൽ അലൈൻമെൻ്റ് ഒക്കെ മാറി ചെയിനും സ്പോക്കറ്റും വീണ്ടും പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള സാധ്യത വരും. സോ അതുകൊണ്ട് കറക്റ്റ് അലൈൻമെൻറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയിനും സ്പോക്കറ്റും കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത്. ഈ സ്ക്രൂ തിരിക്കുമ്പോഴാണ് നമ്മുടെ ചെയിൻ ടൈറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കുറച്ച് അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നെട്ടിൻ്റെ മുകളിൽ ഒരു പോയിൻ്റും ഉണ്ട്. അത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല, നോക്കട്ടെ. ഇവിടെ ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റ് കറക്റ്റായിട്ട് 2 സൈഡും വെച്ചാൽ മാത്രമാണ് കറക്റ്റ് അലൈൻമെൻറ്റിൽ നിൽക്കുള്ളൂ. സോ ഇനി നമുക്ക് ടൈറ്റ് ചെയ്യാം. ഈ ചെയിൻ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ലൂസ് ഉണ്ട്. ചെയിൻ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഞാൻ ടൈറ്റ് ചെയ്തിട്ട് എത്രത്തോളം ലൂസ് വേണം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ആ ഒരു ലൂസ് ഫിഗറിൽ മാത്രമായിരിക്കണം നമ്മൾ ചെയിൻ വെക്കേണ്ടത്. ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതിങ്ങനെ വലിഞ്ഞ് പിന്നെയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കും ചെയിൻ ടൈറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് ചെറിയ രീതിയിൽ ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിങ്ങനെ തിരിക്കുമ്പോൾ ചെയിൻ ഇങ്ങനെ ടൈറ്റായി വരുന്നുണ്ട്. വല്ലാതെ ഒരു ഭാഗം മാത്രം വല്ലാതെ ടൈറ്റും ആക്കരുത്, കാരണം ആ ഭാഗം കൂടെ തിരിക്കുന്ന സമയത്ത് മേ ബി ഇത് ഭയങ്കര ടൈറ്റായി പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇപ്പോൾ ഏതിലാണോ ഉള്ളത് നോക്കുക, ഈ അളവ് എത്രയാണെന്നുള്ളത് ഏതിലാണ് നോക്കുക, ഈ അളവിനനുസരിച്ച് അപ്പുറത്ത് ടൈറ്റ് ചെയ്യുക. അങ്ങനെ ഇവിടെയും അവിടെയായിട്ട് ടൈറ്റ് ചെയ്യാനേ പാടുള്ളൂ. അതല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റായി പോകും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ അളവ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇത് ഏകദേശം 1 പോയിന്റ് കഴിഞ്ഞ് 1.5 കിടക്കുന്നത്. 1.5 പോയിന്റിലാണ് ഇത് ഏകദേശം കിടക്കുന്നത്. അപ്പം മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ ഏകദേശം 1.5 പോയിന്റിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ സൈഡിലേക്ക് ഇനി തിരിക്കാം. ഇപ്പോൾ 2 സൈഡും ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ 1.5 നിന്നും 2ലേക്ക് മാറ്റി. അപ്പോൾ ആ സൈഡും ഈ സൈഡും ഇങ്ങനെ ടൈറ്റായി വന്ന സമയത്ത് 2ലാണ് കറക്റ്റ് ടൈറ്റ് കിട്ടിയത്. സോ ഇവിടെ നമുക്ക് നേരത്തെ 1.5 ഉണ്ടായിരുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ 2ലാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇത് ലൂസായി പോകാനോ ആ ഒരു അലൈൻമെൻറ്റ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പിറകിലുള്ള നെട്ടൊന്ന് ടൈറ്റ് ആക്കണം. സോ അതും കൂടെ നമുക്ക് ടൈറ്റാക്കി എടുക്കാം. ഇതൊന്നും ഒരുപാട് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം പൊട്ടിപ്പോവും. അതായത് എൻ്റെ അടുത്ത് തന്നെ ഈ ഒരു സാധനം ഞാൻ ഭയങ്കരമായി ടൈറ്റ് ആക്കിയപ്പോൾ ഇത് ബ്രോക്കായി പോയിട്ടുണ്ടായിരുന്നു. സോ ഒരു മീഡിയം ടൈറ്റ് മതി. ഇനി അടുത്തത് നമ്മുടെ ഇപ്പോൾ ഫുൾ പരിപാടി, ചെയിൻ സ്പോക്കറ്റിൻ്റെ ഫുൾ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വീൽ നെറ്റ് ടൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്പോക്കറ്റിൻ്റെ ഒരു നെറ്റ് ഉണ്ടായിരുന്നു, അതും നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. സോ അത് രണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ടൈറ്റ് ചെയ്യാം. അത് ടൈറ്റ് ചെയ്തു. ഈ സൈഡിലെ വീൽ നെട്ടും നമുക്കൊന്ന് ഇതേപോലെ ടൈറ്റ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലൂസും ആവരുത്, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റും ആവരുത്. ഒരു മിനിമം ലെവലിൽ വേണം. അപ്പോൾ ഞാൻ ഇവിടെ ടൈറ്റ് ചെയ്തിരിക്കുന്ന അളവ് ഞാൻ കാണിച്ചു തരാം. ദേ ഏകദേശം ഈ ഒരു അളവ്, താഴോട്ടും മേലോട്ടും ഈ ഒരു അളവ് മിനിമമായിട്ട് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ ഇല്ലാണ്ട് നമുക്കിത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരുപാട് ടൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെയിനും സ്പോക്കറ്റും തമ്മിൽ നന്നായിട്ട് ഒരഞ്ഞ് പെട്ടെന്ന് തന്നെ തേയാനായിട്ടുള്ള സാധ്യത കൂടും. അതായത് ഇനി അടുത്ത സ്പോക്കറ്റ് വീണ്ടും വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത് കറക്റ്റ് ഈ മെയിൻ്റനൻസിൽ, ഇനിയിപ്പോൾ ഇത് ചെയിൻ ലൂസ് ആവുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഇതേ ഒരു മെയിൻ്റനൻസിൽ ടൈറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്ത് കിട്ടും. എൻ്റെ ചെയിൻ സ്പോക്കറ്റും ഏകദേശം ഒരു 25,000-28,000 കിലോമീറ്റർ വരെ എനിക്ക് കിട്ടാറുണ്ട്. അത് എൻ്റെ മെയിൻ്റനൻസ് കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റിൻ്റെ മൊത്തം പണികൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി അത് ചെയിൻ ഗാർഡും കൂടെ അങ്ങോട്ട് എടുത്തിട്ടാൽ മാത്രം മതി. ബാക്കി അതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഓയിൽ ചേഞ്ചിങ് സെക്ഷനാണ്. അപ്പോൾ ഓയിൽ ഇപ്പോൾ ഞാൻ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചിട്ട് എഞ്ചിനിലുള്ള കംപ്ലീറ്റ് ഓയിൽ ഞാനിപ്പോൾ ഡ്രെയിൻ ചെയ്യിപ്പിച്ചു. നമ്മൾ ഇന്നലെ ഇത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നെട്ടൊക്കെ ഊരി വെച്ചതായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ഇതാ ഇവിടെ ഇങ്ങനെയായിട്ട് ഒരു ഓയിലിൻ്റെ പാർട്സ് കിടക്കുന്നുണ്ട് ഓയിൽ. അപ്പോൾ നമ്മളതിങ്ങനെ ഒരു തുണി ഉപയോഗിച്ചിട്ട് നൈസായിട്ട് ഇവിടെ അങ്ങ് തുടച്ച് കഴിഞ്ഞാൽ അതങ്ങ് ക്ലീൻ ആവും. ഇനി നമുക്ക് ഇവിടെയാണ്
ഓയിൽ ഫിൽറ്റർ നമുക്ക് ഇടേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കത് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് പെട്രോൾ എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ഈ ഒരു പാർട്ട് ഇവിടെ കുറച്ച് ഓയിലും കാര്യങ്ങളും ഡസ്റ്റും ഒക്കെ ഉണ്ട്. അതും അതുപോലെ തന്നെ ഓയിലിൻ്റെ മറ്റൊരു ഫിൽറ്ററാണിത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡസ്റ്റ് കാണാൻ പറ്റും. അതിപ്പോൾ നമ്മൾ തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പരക്കുന്നല്ലാണ്ട് വേറെ ഉപകാരങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ഈ പറഞ്ഞ 3 നെട്ടുകളും ഞാൻ ഇതിനകത്ത് പെട്രോൾ ഇട്ടിട്ട് നൈസായിട്ട് ഒന്ന് കുലുക്കാൻ പോവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കഴുകി കഴിയുമ്പോൾ കണ്ടോ, ഇത് മൊത്തത്തിൽ ഇവിടെ ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇത് നമ്മൾ തുടച്ചാൽ മാത്രമേ ഈ ഡസ്റ്റൊക്കെ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഈ ബാക്കി വരുന്ന പെട്രോൾ ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇതിൽ വരുന്ന ഈ പറഞ്ഞ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ആകാൻ വേണ്ടിയിട്ട്. ഇതും ഓൾമോസ്റ്റ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുതിയ ഓയിൽ ഫിൽറ്റർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് കൂടെ ഒരു റിങ്ങും കൂടെ വാഷറും കൂടെ വരുന്നുണ്ട്. അപ്പം അതും കൂടെ ഇതിനകത്തേക്ക് വെച്ച് 3 നെട്ടും ടൈറ്റ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച മറ്റൊരു ഓയിൽ ഫിൽറ്റർ പ്ലസ് ഓയിൽ നെറ്റ് ഉണ്ട്. ഇതിനി നമുക്ക് ഈ സൈഡിൽ ഇവിടെയായിട്ട് നമ്മൾ എവിടെ നിന്നാണോ ഊരിയത് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ഇത് ഫിക്സ് ചെയ്യണം. ഇനി നമുക്ക് പുതിയ ഓയിൽ ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് പുതിയ ഓയിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ആദ്യം നമുക്ക് എൻജിൻ ഓയിലിലേക്ക് ഓയിൽ ഒഴിക്കാനുള്ള ഭാഗം കൂടെ ഓപ്പൺ ചെയ്യാം. ഇതിനിത് ഒഴിക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ എൻജിൻ ഓയിലിൻ്റെ ഭാഗങ്ങളും കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തിരിക്കുകയാണ്. എൻജിൻ ഓയിൽ ഫിൽറ്റർ, മറ്റേ രണ്ടാമത്തെ ഫിൽറ്റർ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ മാറ്റാനുണ്ട്. എയർ ഫിൽറ്ററാണ്. സോ ഇതിൻ്റെ എയർ ഫിൽറ്റർ വരുന്നത് ഈ ഒരു സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 4 സ്ക്രൂകളുണ്ട്. അത് നൈസായിട്ട് ഊരിയെടുക്കാം. ഇനി എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളിങ്ങനെ ഊരിയെടുക്കാം. ഇതിനകത്ത് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടല്ലോ. അത് വെള്ളമാണത്, പെട്രോളാണോ ഓയിലാണോ എന്തോ ഒന്ന് കയറിയിട്ടുണ്ട്. വെറുതെ അല്ല. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ചില സമയം നമ്മൾ ഇതിനൊരു കാർബറേറ്റർ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഐ തിങ്ക് ഇപ്പോൾ ഇത്രയും പൊടിയുണ്ട്. അപ്പോൾ എയർ സർക്കുലേറ്റ് കറക്റ്റ് എയർ കയറാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ചില സമയത്ത് മിസ്സിങ് വരാറുണ്ട്. ചില സമയത്ത് വണ്ടി താനേ കിടന്നങ്ങ് ഓഫാവും. ട്രാഫിക്കിൽ എനിക്ക് ഇതേപോലെ 1-2 പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് മാറ്റാൻ തന്നെ കാരണം. അപ്പോൾ ഇതിനകത്ത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഡസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് നൈസായിട്ട് ക്ലീൻ ചെയ്യണം. ഇത്രയും ഡസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ഇപ്പോഴത്തേക്കും ക്ലീൻ ആക്കിയേനെ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഡസ്റ്റൊക്കെ കംപ്ലീറ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ചൊരു ഭാഗം കൂടെ ഡസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതായിരുന്നു പഴയ എൻ്റെ എയർ ഫിൽറ്റർ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഡസ്റ്റാണ്. സോ ഇതാണ് നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ. ഓക്കെ, ഇതിനകത്ത് ചെറിയ രീതിയിൽ ഒരു ഓയിൽ ഇവിടെ ഇടാറുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ച സമയത്ത് ഞാനൊരു മുന്നേ ഈ പറഞ്ഞ പോലെ ബൈക്കിൻ്റെ ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എന്തിനാണ് ഇതിനകത്ത് നൈസായിട്ട് ചെറിയ നിങ്ങൾ ഈ മെറൂൺ കളർ കാണുന്നത് ഒരു ഓയിൽ പാർട്ടാണ്. ഇതിനകത്ത് ഓയിൽ ഇടാറുണ്ട്. അത് ഈ സ്പോഞ്ച് പൊടിഞ്ഞു പോകാതിരിക്കാനോ അങ്ങനെ എന്തോന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ പുതിയ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ. ഇപ്പോൾ നമ്മൾ ആദ്യം ഈ സാധനം വെച്ചു. അതിനുശേഷം നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ ഇതിനകത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ പാർട്ട് നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുകയാണ്, വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ വിട്ടുപോയതാണ്. നമ്മൾ ചെയിൻ ടൈറ്റനിങ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് എൻജിൻ ഓയിൽ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ പുതിയ ചെയിനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫിഷ്യൻറ്റും കാര്യങ്ങളും കുറച്ചുകൂടെ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ വീണിട്ട് അവിടെ തുരുമ്പ് പിടിക്കാനും ചെയിൻ ഭയങ്കര ഒരു സ്റ്റിഫ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റിഫ്നെസ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ വയ്ക്കുന്നത്. പിന്നെ ഗ്രീസ് ഇടാനായിട്ട് പലരും പറയാറുണ്ട്. ഗ്രീസ് ഞാൻ പൊതുവേ ഒഴിവാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രീസ് നമ്മൾ ഇടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ മഴയത്ത് ഒരുപാടധികം ഡസ്റ്റും കാര്യങ്ങളും വെള്ളത്തിലൂടെ ആണെങ്കിലും പുറമേ കൂടെ ആണെങ്കിലും അതിനകത്തേക്ക് വന്ന് പിടിക്കും. ആ ഡസ്റ്റ് പിടിച്ച് അവിടെ തന്നെ അങ്ങ് കിടക്കും, ഗ്രീസിൽ അങ്ങ് മുങ്ങി അങ്ങ് കിടക്കും. ഓയിലാകുന്ന സമയത്ത് നമുക്ക് അത്ര അങ്ങോട്ട് അട്രാക്റ്റീവ് ആക്കില്ല ഡസ്റ്റിനെ. അപ്പം
ഗ്രീസ് ഇട്ട് കഴിഞ്ഞ് ആ പൊടിയും പടലങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ കൂടാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെയിൻ സ്പോക്കറ്റ് പെട്ടെന്ന് തന്നെ തേഞ്ഞു പോകാനുള്ള തേയ്മാനം സംഭവിക്കാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഗ്രീസ് ഇടാത്തത്. ഇപ്പോൾ ഞാൻ ഓയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം മെയിൻ്റനൻസ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാ സ്വിഗ്ഗി റൈഡേഴ്സും സ്വിഗ്ഗി സൊമാറ്റോ ബാക്കിയുള്ള എല്ലാ റൈഡേഴ്സിനും മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വലിയ ഒരു പണിയാണ്. സോ വർക്ക്ഷോപ്പിൽ കൊടുക്കാതെ നിങ്ങൾക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ആ കൂടെയുള്ള പ്രശ്നം ഇതുപോലത്തെ കാര്യമാവുന്നു മാത്രം. അപ്പോൾ സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.